ഹലോ ഗൈസ്, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഈ വീട്ടിൽ ലിഫ്റ്റിൽ കയറി ഡാൻസ് കളിച്ചു കേട്ടോ, ചുമ്മാ. അപ്പം ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതെൻ്റെ ഇവുട്ടി, ഇത് നിക്കിയുടെ അമ്മ അഖില. നമ്മൾ ഒരുമിച്ചൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ. കുക്കിരിയുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. ഫ്രണ്ടും വൈഫും നമ്മളെല്ലാം ഒരുമിച്ച് തന്നെ താമസിക്കുന്നത്. നമ്മളെല്ലാവരും ഫ്രം കണ്ണൂരാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര മസ്കറ്റൊക്കെ കഴിഞ്ഞ് നിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഏകദേശം 2-2.5 മണിക്കൂറോളം ദൂരമുണ്ട്. നിക്കി എൻ്റെ മടിയിൽ കയറിയിരുന്ന് അസൂയമൂത്ത് ഇവുട്ടി അവൻ്റെ അമ്മയുടെ മടിയിൽ കയറിയിരുന്നു. അടുത്ത ജില്ലയിലേക്കാ പോലും പോകുന്നത്. കാറ് കയറിയ പിന്നെ ഒന്നുകിലും നമ്മൾ പാട്ട് പാടും, അല്ലെങ്കിൽ ലുഡോ കളിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. സമയം പോണ്ടേ. കുക്കിരി ഫ്രൂട്ടിയും മുളക് ബജ്ജിയൊക്കെ വാങ്ങി ഓൾറെഡി കാറിൽ വെച്ചിട്ടുണ്ടായി. അടുത്ത കലാപരിപാടി ഇത് കുടിക്കുന്നത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ ബോറടിക്കുമ്പോൾ ദാ ഈ മലകൾ ഇങ്ങനെ നോക്കും. ആഹാ, എന്ത് രസം! നല്ല രസമല്ലേ? നല്ല വലിയ അടിപൊളി ഈന്തപ്പഴത്തിൻ്റെ തോട്ടം കണ്ടാ. അങ്ങനെ 2-2.5 മണിക്കൂർ താണ്ടി നമ്മളിതാ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇറങ്ങിയപ്പോഴേ നല്ല ചൂടും നല്ല വെയിലും നല്ല കാറ്റും എൻ്റെ കാർക്കൂന്തലുകളൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുക. ചില സാങ്കേതിക തകരാറുകൾ കാരണം നമ്മൾ ആ വാട്ടർ തീം പാർക്കിൻ്റെ ഉള്ളിൽ കയറിയില്ല ഗൈസ്. പുറത്തുനിന്ന് നോക്കിയപ്പോൾ ആർക്കും ഇഷ്ടമായില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നുജും നിസ്വ മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാന് മുടങ്ങിയിട്ടും കുട്ടികൾക്കൊന്നും സങ്കടം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം മോളിലെ എൻട്രൻസ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ദിദ. ഈ കുട്ടി കണ്ടപാടെ ഒട്ടുമിക്ക ഐറ്റത്തിലൊക്കെ കയറിയിരുന്നേനെ കേട്ടോ. ഇതൊക്കെയല്ലേ കുട്ടികളുടെ സന്തോഷം. രണ്ടാളിൻ്റെ ബോട്ടിൽ കയറി. ഇവർ വളരെ ആകാംക്ഷയോടുകൂടി കുട്ടികളെ നോക്കുമായിരുന്നു. ഞാനിതോ ഇതെന്താണെന്നൊന്നും അറിയില്ല, ഈ കുന്തത്ത് കയറിയെങ്കിരുന്നു. കുട്ടികളുടെ ഒരു ഭാഗ്യേ, എല്ലാത്തിലും കയറാം. നമ്മൾ പോസ്റ്റ് വെറുതെ തിരിക്കുക, ഒരു മനസ്സുഖം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതവിടുത്തെ ലുലു മോളാണ് കേട്ടോ. ഭയങ്കര തിരക്ക് കണ്ടുകൊണ്ട് നമ്മൾ ലുലുവിൽ കയറിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 2 മിനിറ്റ് സൂര്യൻ ചേട്ടൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അങ്ങനെ നമ്മൾ മസ്കറ്റിൽ വന്നിട്ട് ആദ്യമായിട്ട് ഷവർമ കഴിക്കാൻ വന്നു ഗൈസ്. 2 മണിക്കൂർ ദൂരം വന്നിട്ട് നമ്മൾ ഷവർമ കഴിക്കാൻ വന്നു. റോയൽ നിസ്വ സ്പോട്ടിലേക്ക്. നമ്മുടെ നിൽക്കുന്ന ഡാൻസർ കേട്ടോ. ഷവർമ എത്തി ഗൈസ്. ഷടാ, സോസിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, ദാരിദ്ര്യം. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അടിച്ചു. ഫുഡ് എന്ത് കഴിച്ചാലും അവസാനം ഐസ്ക്രീം, അത് നിർബന്ധമാണ്. എന്താ അല്ലേ, ഒരു ഷവർമ തിന്നാൻ വേണ്ടി മസ്കറ്റിൽ നിന്ന് 2.5 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് നമ്മളിവിടെ വന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റ.